ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ഇന്ത്യ എന്തോ ചെയ്യാൻ പോകുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് കാര്യമായി തോന്നുന്നുണ്ട്. കാരണം ഇന്ന് ബംഗ്ലാദേശിന് ഒരു കുറ്റപത്രം നൽകിയതുപോലെ ഇന്നലെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഹസീനയെ പുറത്താക്കുന്നത്. അതിനുശേഷം യൂനിസിൻ്റെ സർക്കാർ വന്നതിന് ശേഷം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മറ്റു മൈനോറിറ്റികൾക്കെതിരെ എന്തെല്ലാം അതിക്രമങ്ങൾ നടന്നിരിക്കുന്നു എന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ലോകമറിയാൻ വേണ്ടി ഒരു ചാർജ് ഷീറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു. ഒന്ന്, ഞാൻ രണ്ടാമത് കണ്ടത്, ഞങ്ങൾ ഇന്നലെ ഒരു വീഡിയോ സാറുണ്ടായിരുന്നില്ല ചെയ്തിരുന്നു. കാരണം ഇന്ത്യക്ക് ഒരു ചിക്കൻ നെക്ക് ആണത്, ബംഗ്ലാദേശിന് 2 ചിക്കൻ നെക്ക് ഉണ്ട്. നമ്മൾ വിചാരിച്ചാൽ ബംഗ്ലാദേശിൻ്റെ 2 ഭാഗം മുറിച്ച് കളയാൻ പറ്റും. ചിറ്റഗോങ് തുറമുഖം ത്രിപുരയുടെ ഭാഗമായിട്ട് മാറും. മാത്രമല്ല രംഗ്പൂർ എന്ന് പറയുന്ന അവിടെ ഏറ്റവും വലിയൊരു ജില്ല, അത് വടക്ക് പടിഞ്ഞാറൻ ഇടനാഴിയായിട്ടുള്ള ദിനാജ്പൂർ ഇടനാഴി ഇന്ത്യ ബ്ലോക്ക് ചെയ്താൽ രംഗ്പൂർ ഉൾപ്പെടെയുള്ള മേഖല ഇങ്ങോട്ട് പോരും. ഫെനി ഇടനാഴി നമ്മൾ മുറിച്ചാൽ ചിറ്റഗോങ് തുറമുഖം അടക്കമുള്ളത് ഇന്ത്യയുടെ ഭാഗമായിട്ട് ചേരും. അത് നമ്മൾ ഇന്നലെ രാവിലെ ആ വീഡിയോ ചെയ്തു, നമ്മളെ ജിയോഗ്രാഫി മാപ്പും എല്ലാം വെച്ച് ചെയ്താണ്. ഇന്നലെ വൈകുന്നേരമായപ്പം ഇതേ കാര്യം ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ പറഞ്ഞിരിക്കുന്നു. ഇന്ന് ടൈംസ് ഒരുപാട് കളിക്കരുത്, കളിച്ചാൽ നിൻ്റെ 2 ചിക്കൻ നെക്കും ഞങ്ങൾ ഇന്ന് മുറിച്ചെടുക്കും. ബംഗ്ലാദേശ് 1971 ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ടുണ്ടായതുപോലെ വീണ്ടും വിശാല ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ പോകും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ല, അതിനേക്കാളെല്ലാം ഇവരെ അത് ഒരു ഡിപ്ലോമാറ്റിക് പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നു. ഡിപ്ലോമാറ്റിക്കോ സൈനികമായ അതിപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനായിട്ടില്ല. നമുക്ക് ചില സന്ദേഹങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ, സന്ദേഹം മാത്രം വെച്ചുകൊണ്ട് നമുക്കൊരു വാർത്തയിലേക്ക് പോകണ്ട. പക്ഷേ അല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2900 അക്രമ സംഭവങ്ങളാണ് മൈനോറിറ്റികൾക്കെതിരെ യൂനിസ് വന്നതിന് ശേഷം. അതായത് ഈ ഹസീന 2024 ഓഗസ്റ്റ് 10 മറ്റോട്ടിരുന്നു. ഹസീനയെ പുറത്താക്കിയതിന് ശേഷം എന്തൊക്കെയുണ്ട്? കൊലപാതകമുണ്ട്, കളവുണ്ട്, ഭൂമി വസ്തു കയ്യേറ്റമുണ്ട്. ഹിന്ദുക്കളുടെ ഭൂമി ഇതെല്ലാം ഹിന്ദുക്കളെയാണ്. പിന്നെ ലൂട്ടിങ് ഉണ്ട്, കൊള്ളയടിക്കൽ, അവരുടെ കടകമ്പോളങ്ങൾ കത്തിച്ച് കളയൽ, ഇതൊക്കെയാണ് അവിടെ ചെയ്തേക്കണം. ഒരു കാരണവശാലും ഇതിനെ തടയാൻ യൂനസിന് കഴിയുന്നില്ല എന്ന് യൂനസ് പറയുന്നതിന് ഞാൻ ഒരു പടി കൂടി കടന്നിട്ട് പറയും, യൂനസിന് കഴിയും, പക്ഷെ ചെയ്യുന്നില്ല എന്നേ ഞാൻ പറയുള്ളൂ. ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ട്. പണ്ട് സുഹൃതവർദ്ധി ചെയ്തതുപോലെ ഡയറക്റ്റ് ആക്ഷൻ ജിന്ന പറഞ്ഞ സമയത്ത് ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്നു, ബംഗാൾ പ്രധാനമന്ത്രി ആയിരുന്ന സുഹൃതവർദ്ധി അന്ന് ഹിന്ദുക്കളെ കൊല്ലുന്നതിന് എല്ലാ അവസരവും ഉണ്ടാക്കി കൊടുത്ത അതേ പരിപാടിയാണ് യൂനസ് എന്ന് പറയുന്ന ഹീനൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹീനൻ എന്ന അയാളെ ഈ സുഹൃതവർദ്ധിയുടെ കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അയാൾ എന്നിട്ട് പോലീസ് കൺട്രോൾ റൂമിൽ വന്നിരിക്കും, പോലീസുകാർ ഒരു നടപടി എടുക്കാതിരിക്കാൻ വേണ്ടി ഹിന്ദുക്കളെ കൊല്ലുമ്പോൾ. അയാൾ അന്ന് ബ്രിട്ടീഷുകാരനായിരുന്നു. അവിടെ പോയിട്ട് അയാൾ ഇരുന്നിട്ട് അവർക്ക് കമാൻഡ് കൊടുത്തുകൊണ്ടിരുന്നു. ആ രീതിയിലുള്ളതാണ്. അതായത് മുസ്ലിം മെജോറിറ്റിയെ സംരക്ഷിക്കുകയും ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ജൈന, ബുദ്ധ മൈനോറിറ്റികളെ നശിപ്പിക്കുകയും അവരവിടെ നിന്ന് ഈ പുറത്താക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോഴവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഇലക്ഷനും വരാൻ പോവുകയാണ്. ഫെബ്രുവരി 12 ഇലക്ഷൻ പ്രഖ്യാപിച്ചേക്കാണ്. അപ്പോൾ 24 പോയി, ഇപ്പോൾ 26 ഫെബ്രുവരിയിൽ ഇലക്ഷനാണ് പറയുന്നത്. ഈ ഇലക്ഷൻ അവിടെ എങ്ങനെ നടക്കും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ ആശങ്കയുണ്ട്. കാരണം ബി എൻ പി എന്ന് പറഞ്ഞാൽ മറ്റേ ഇതിന് ഹസീനയ്ക്ക് മുൻപുണ്ടായിരുന്ന ഖാലിദാസിയയുടെ പാർട്ടി. മറ്റേ റഹ്മാൻ അദ്ദേഹം 17 കൊല്ലത്തെ പ്രവാസത്തിന് ശേഷം അദ്ദേഹം തിരിച്ചെത്തിയിട്ടുണ്ട്. അവിടെ ഒരു ഏജൻസി നടത്തിയ സർവേയിൽ അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 32% ആളുകൾ BNP പിന്തുണയ്ക്കുക. ജമാഅത്തെ ഇസ്ലാമിക്ക് 26% പേരാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. ഹസീനയ്ക്കായിരിക്കും ഏറ്റവും വലിയ പാർട്ടി, പക്ഷേ പാർട്ടി നിരോധിച്ച് അവർ മത്സരിക്കാനും പാടില്ല. അപ്പോൾ
ഒരു പാർട്ടിയെ നിരോധിച്ചുകൊണ്ട് ഭരണത്തിലിരുന്ന പാർട്ടിയെ ജനാധിപത്യ വിരുദ്ധമായ മാർഗത്തിലൂടെ 1000 വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ഹൂളിഗൺസ് ചേർന്നുകൊണ്ട് ആണിത് നടക്കുന്നത്. ജനാധിപത്യമൊന്നുമല്ലല്ല, എല്ലാ മനുഷ്യരും പങ്കെടുത്തിട്ടില്ല. 1000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ ഇതെല്ലാം കയറി അങ്ങോട്ട് ആക്രമിച്ചിട്ട് കീഴടക്കി പോലീസിനെ നിർവീര്യമാക്കി, സൈന്യത്തെ നിർവീര്യമാക്കി, ആ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ വസതിയും പ്രസിഡൻറ്റിൻ്റെ വസതിയും എല്ലാം കൊള്ളയടിച്ച് റെഡിയാക്കിയതിന് ശേഷം അത് ഹൂളിഗനിസം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. റൗഡിസം എന്തൊക്കെയാണ് അത്? വൃത്തികേടല്ലേ? ആ വൃത്തികേട് ചെയ്തു പുറത്താക്കിയവരാണ് ഇവർ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതാണ് ജമാഅത്തെ ഇസ്ലാമി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയെ ഷെയ്ഖ് ഹസീന നിരോധിച്ചിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയിൽ ഇസ്ലാമും ഇല്ല, ജമാഅത്തും ഇല്ല. ഇവർ ലോകത്തിന് ഒരു കാരണവശാലും ഇവരെ അനുവദിക്കരുത്. കാരണം ഇവർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ തിന്മ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരതിനെ നിരോധിച്ചത്. ആ നിരോധിച്ചത് വളരെ നല്ല കാര്യമാണ്. ആ നിരോധനം നീക്കി ആര് വന്നിട്ട്? യൂനസ് വന്നിട്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, യൂനസ് ഈ ധാക്കയിൽ ആ വിപ്ലവം ഉണ്ടാക്കിയത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സഹകരണത്തോടു കൂടിയാണ്. അവർക്ക് വേണ്ടിയാണ്. അത് എന്തായാലും ശരിയാണ്. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഒരു ഇസ്ലാമിക തീവ്രവാദ സംഘത്തിൻ്റെ കൈകളിലേക്ക് ഒരു രാജ്യത്തെ ജനതയെ വിട്ടുകൊടുക്കുന്നത് വലിയ ആപത്തായിരിക്കും. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അവിടെ ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിച്ച എവിടെയോ അവസാനത്തെ തിയേറ്റർ ഇടിച്ചു നിരത്തിയെന്നും പറഞ്ഞിട്ടുണ്ട്. അതെവിടെയായിരുന്നു? കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യൻ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു ക്രിസ്ത്യൻ സംഘടന സംഘടിപ്പിച്ച ഗാനമേള പരിപാടി അടിച്ചു പൊളിച്ചു കളഞ്ഞു. അല്ല, അതൊന്നും പാടില്ല എന്ന് പറഞ്ഞു. അല്ല, മറ്റേ വേറൊരു സ്ഥലത്തൊരു ഇസ്ലാമിക രാജ്യത്ത് അവസാനത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. ആ തിയേറ്ററും പൊളിച്ചു. കാരണം സിനിമ കാണാൻ പാടില്ല, ഹറാമാണ്. അല്ല, ഈ അല്ലാഹു ജീവിച്ചിരുന്ന കാലത്ത്, അല്ലെങ്കിൽ ആ കാലത്ത് സിനിമയില്ലല്ലോ. അക്കാലത്ത് സിനിമയില്ല. മുഹമ്മദ് വരുന്നത് 630 ആ കാലമാണ്. അക്കാലത്ത് സിനിമ വന്നിട്ടില്ലല്ലോ, ഇല്ല. സിനിമ അതിനൊക്കെ ശേഷം 19 നൂറ്റാണ്ടിലല്ലേ വരുന്നത്. അപ്പോൾ സിനിമ ഇല്ലാത്തൊരു കാലത്ത് വന്നിട്ട് അല്ലാഹു സിനിമ വേണ്ടെന്ന് പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. ഈ അടുത്തിടയ്ക്ക് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു ബസ്സിൽ ഒരു മുസ്ലിം യാത്രികയാണ് ബസ്സിൽ പാട്ട് വെച്ചിരിക്കുന്നത്. അയാൾ ഡ്രൈവറോട് പോയി വഴക്കുണ്ടാക്കി, പാട്ട് നിർത്ത്, ഇത് അല്ലാഹു പറഞ്ഞിട്ടുള്ളതല്ല, ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല, പാട്ടൊന്നും മ്യൂസിക്കൊന്നും അന്നുണ്ടായിരുന്നില്ല, സ്പീക്കർ ഓഫ് ചെയ്യാൻ പറഞ്ഞു. അയാൾ പറഞ്ഞൊരു കാര്യം, വണ്ടിയെ നിർത്തി ഡ്രൈവർ, അതേ പ്രവാചകൻ്റെ കാലത്ത് ബസ്സില്ലായിരുന്നു, താൻ ഇറങ്ങി നടന്നാൽ മതി. ശരിയല്ലേ? അതെ. അല്ല, ഒരു കാര്യമുണ്ട്, ഇന്ത്യയിലുണ്ടായേക്കണ ഏറ്റവും വലിയ ഗായകരിലൊരാൾ മുഹമ്മദ് റഫിയാണ്. അപ്പോൾ മുഹമ്മദ് റഫിയായിരിക്കും ആദ്യം അല്ലാഹു കൊല്ലാൻ പറയുക. അതെ. അപ്പോൾ ദിലീപ് കുമാർ പേര് മാറ്റി ദിലീപ് ആയതല്ലേ. പിന്നെ സറീന വഹാബ്, എത്രയോ, നമ്മുടെ മമ്മൂട്ടി, പ്രേം നസീർ, പ്രേം നസീർ, KP ഉമർ, ബഹദൂർ, എത്ര പേരാണ്. അപ്പോൾ അവരൊക്കെ ചെയ്തത് ഹറാമാണെന്നാണല്ലോ പറയണത്. പിന്നെ ഇവർ ചെയ്യുന്നതാണോ നല്ലത്? അപ്പോൾ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റി ബംഗ്ലാദേശിനെ നശിപ്പിച്ച് നാറാണക്കല്ല് കുത്തി പാകിസ്ഥാനിൽ ഇപ്പോൾ സംഭവിക്കുന്നത് പോലെ അവിടെയും സംഭവിക്കും. പാകിസ്ഥാൻ ഇപ്പോൾ തീർന്ന്. പാകിസ്ഥാനിൽ റാവൽപിണ്ടിയിൽ ഒരു സെറ്റ്, ഇസ്ലാമാബാദിൽ വേറൊരു സെറ്റ്, കറാച്ചിയിൽ 3ാമത്തെ ഒരു സെറ്റ്, ബലൂചിസ്ഥാനിൽ 4ാമത്തെ സെറ്റ്, പിന്നെ ആ പഞ്ചാബ് മേഖലയുണ്ടല്ലോ, അവിടെ എന്താ നടക്കണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരാൾക്കും ഒരു പിടിയില്ല. പിന്നെ ഇവരെല്ലാവരും, ഇൻക്ലൂഡിങ് ഇപ്പോഴത്തെ കക്ഷിയുടെ സൈന്യാധിപൻ്റെ പേരെന്താണ്? ഹസീം മുനീർ. അവരെല്ലാവരും അവരുടെ വീട്ടുകാരകളെ മുഴുവനും ഇംഗ്ലണ്ടിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ആക്കി കൊണ്ടുപോയി വെച്ചേക്കാണ്. കാരണം ഏത് സമയത്തും ഇത് അലമ്പായി തീരുമെന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൊല്ലപ്പെടുമെന്നും അറിയാം. അപ്പോൾ അവസാനം ഏതെങ്കിലും ഒരു ട്രെയിനിലല്ല വിമാനത്തിൽ എങ്ങനെയെങ്കിലും കയറി രക്ഷപ്പെടുന്ന സമയത്ത് വീട്ടുകാരും സ്വത്തും അവിടെ ഇരിക്കണം. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഗതികേട് എന്താണെന്ന് വെച്ചാൽ, ആ രാജ്യം നയിക്കാൻ ആഗ്രഹിക്കുന്നവൻ്റെ സ്വത്ത് മുഴുവൻ അവൻ വിദേശത്ത് സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗതികേട്. ആ ഗതികേടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഇന്ത്യയിലും ഉള്ളത്. കാരണം അതിൻ്റെ
ആജീവനാന്ത ആയുഷ്കാല ഭാവി പ്രധാനമന്ത്രി ഇപ്പോഴും പോയിട്ട് ഇവിടെ പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജർമ്മനി പോയിട്ട് പറഞ്ഞ് ഇന്ത്യ തകരാൻ പോവുകയാണ്, നിങ്ങളാരും അങ്ങോട്ട് പോകില്ലേ, ഇന്ത്യയിൽ ആഭ്യന്തര കലാപം പൊട്ടിമുളക്കാൻ പോവുകയാണ്, അതൊക്കെ ശരിയാക്കിയിട്ടുണ്ട് ഞാനെന്നാണ് പറയുന്നത്. അതിനുള്ള വിത്ത് ഞാൻ പാകിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രാജ്യമാക്കി ബംഗ്ലാദേശിനെ മാറ്റുന്നതിനാണ് ഈ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിത് വലിയ ശല്യമാണ്. കാരണം അല്ലെങ്കിൽ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറ്റമാണ്. കാരണം അവിടെ ഒന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടി ഇങ്ങോട്ട് വരും. അതെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്, മമതയാണെങ്കിൽ വോട്ട് കിട്ടുമോ എന്ന് നോക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വോട്ട് കിട്ടും എന്നുറപ്പാണെന്നുണ്ടെങ്കിൽ ആര് വേണമെങ്കിലും വന്നോ എന്നുള്ളതാണ്, ആരെ വേണമെങ്കിലും ഞങ്ങൾ പൗരരാക്കും എന്നുള്ളതാണ്, ആർക്കും എന്തും ചെയ്യാം, എനിക്ക് വോട്ട് മതി എന്നാണ് മമത പറയുന്നത്. അപ്പോൾ ബംഗ്ലാദേശ് ഒരു ചെറിയ സംഭവമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. എനിക്ക് ബലമായ സംശയം അവിടെ ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇലക്ഷനോടനുബന്ധിച്ച് കലാപം നടക്കും. ആ കലാപത്തിലൂടെ ആയിരിക്കും മിക്കവാറും സൈന്യം അതിൻ്റെ ആധിപത്യം ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായത്തോടു കൂടി ഏറ്റെടുക്കുക. ഇസ്ലാമിക രാജ്യങ്ങളിലെല്ലാം ഇതുപോലെ തന്നെ ഒരു അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് സാർ. വാക്കറുസ്സമാൻ എന്ന് പറയുന്ന അവിടുത്തെ കരസേനാ മേധാവി ഒരു ഇന്ത്യൻ പക്ഷപാതിയായിട്ടാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇന്ത്യയാണ് അയാളെ പഠിപ്പിച്ചത്. നമ്മൾ ഡിഫൻസ് അക്കാഡമിയിലൊക്കെ പഠിച്ചു പോയതാണ്. അയാൾ യൂനിസുമായിട്ട് നല്ല ബന്ധമല്ല. ഒരു പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരാണ് അയാൾ. അല്ല, അയാളെ മാറ്റില്ലേ? അയാളെ മാറ്റാൻ 2 ശ്രമം നടന്നു. ഇന്ത്യയാണ് അത് ഒഴിവാക്കി. അല്ല, അയാൾ ചിലപ്പോൾ കൊന്നുകളയുമെന്ന്. അതായത് ഇസ്ലാമിക രാജ്യങ്ങളിലെല്ലാം അധികാരം പിടിക്കുന്നത് എങ്ങനെയാണ്? ഒരു മതമൗലികവാദ സംഘടനയും സൈന്യവും ചേർന്നിട്ടാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അങ്ങനെയാണ് അല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയ തടസ്സം വാക്കറുസ്സമാനാണ്. അപ്പോൾ അയാൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമ്മൾ ഹസീനയുടെ ബന്ധുവും കൂടിയാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് അങ്ങനെ വന്നത്. അല്ലെങ്കിൽ അങ്ങനെ വരില്ല. അതുകൊണ്ടാണല്ലോ അന്ന് അയാൾ വിമാനത്തിൽ കയറ്റി ഹസീനയെ ഇന്ത്യയിലേക്ക് വിട്ടത്. അതെ, അല്ലെങ്കിൽ അവരെ കൊന്നുകളഞ്ഞാൽ. അതെ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ഗവൺമെൻറ്റിനെ ഡെമോക്രാറ്റിക് മെത്തേഡ്സ് അനുസരിച്ച് പുറത്താക്കട്ടെ എന്ന്. അതെ, അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഹർഷോന്മാദം കൊണ്ട ആളാണ് ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി അത് കണ്ടിട്ട് ഹർഷോന്മാദം കൊണ്ട് അതുപോലെ ഇവിടെയും വരണമേ, അതെ, ആകാശത്തെ പോലെ ഭൂമിയിലും വരണമേ എന്ന് പറയുന്ന രീതിയിൽ, നിന്റെ രാജ്യം വരയണമേ എന്ന് പറയുന്ന രീതിയിൽ ബംഗ്ലാദേശായി ഇന്ത്യ മാറണമേ എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത മനുഷ്യൻ്റെ പേരാണ് ഈ ഭാവി പ്രധാനമന്ത്രിയായിട്ട്. എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ പെരകത്തിക്കും എന്ന് പറയുന്നത്. ഏതായാലും ബംഗ്ലാദേശ് സർക്കാരിനെതിരെയുള്ള ഒരു ചാർജ് ഷീറ്റ് പോലെയാണ് എനിക്ക് തോന്നിയത് തുടക്കത്തിൽ പറഞ്ഞത്. അല്ല, ബംഗ്ലാദേശ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ലത്. അതെ.